ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് DME DHS രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും വർക്ക് ലോഡ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയറിനെ പറ്റിയാണ്. അതായത് രണ്ട് വകുപ്പിന്റെയും ഹോസ്പിറ്റൽസിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. DME എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ ടെറിഷറി ഹോസ്പിറ്റൽസ് ആണ്. അപ്പോൾ കൂടുതലും റഫർ ചെയ്ത് വരുന്ന കേസുകളായിരിക്കും DMEയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് നമ്മൾ കാണാൻ സാധിക്കുക. പക്ഷേ DHSൽ കൂടുതലും പെരിഫറീസിൽ ലോക്കലി അക്സസിബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ വർക്ക് ലോഡ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വകുപ്പിലും വർക്ക് ലോഡ് നല്ലപോലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അതായത് നമ്മൾ DHS നോക്കുകയാണെങ്കിൽ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികളൊക്കെ നല്ല തിരക്കും നല്ല OP തിരക്കുള്ളതും ജോലിഭാരം കൂടുതലുള്ള ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതേപോലെ DME നോക്കുകയാണെങ്കിൽ തന്നെ DMEയിലെ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നല്ല തിരക്ക് തന്നെയാണ്. കാരണം ബെഡിൽ കവിഞ്ഞുള്ള പേഷ്യൻസിന്റെ എണ്ണം കൂടുതലാണ്. അതായത് ഒരു വാർഡിൽ 80 ബെഡാണെങ്കിൽ 80 കൂടാതെ ഒരു 80 പേര് തറയിലും കൂടെ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ വരുന്നൊരു രോഗിയെ നിങ്ങളെ ചികിത്സിക്കാൻ സാധ്യമല്ല, ഇവിടെ ബെഡില്ല എന്ന് പറഞ്ഞവരെ ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷെ പല സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളും നമുക്കറിയാം, അവിടെ അവർ ബെഡ് ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യന്റ് അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ബെഡിലും ഇരട്ടിയായിട്ടുള്ള പേഷ്യൻസ് നമുക്ക് തറയിലും മറ്റ് ഇതിലായിട്ട് കാണാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത് സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയും വലിയൊരു വാർഡാണെങ്കിൽ പോലും ഒരു സമയത്ത് PSC സ്റ്റാഫ് എന്ന് പറയുന്നത് 2 പേരായിരിക്കും, അല്ലെങ്കിൽ 3 പേരായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പരിമിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു പരിമിതി ഉണ്ടായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ DMEയിലാണ് നിങ്ങൾ, അതായത് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് തന്നെ, അതിൽ തിരക്ക് കുറഞ്ഞ ഏരിയ ഉണ്ടാവും, തിരക്ക് കൂടുതൽ ഏരിയ ഉണ്ടാവും. അതായത് ഇപ്പം കാഷ്വാലിറ്റി പോലെയുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും എമർജൻസി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ICU എന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ ക്രിട്ടിക്കൽ കെയർ ഉള്ളതായിരിക്കും. വാർഡുകൾ പക്ഷേ പേഷ്യൻസിന്റെ എണ്ണത്തിൽ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഏരിയകളുണ്ട്. അപ്പം അതല്ലാതെ ചിലപ്പം ഇപ്പോൾ ഡെർമറ്റോളജി അങ്ങനെയൊക്കെയുള്ള ചില വകുപ്പുകളിൽ ചില ഏരിയകളിൽ ചിലപ്പം അത്രയും എമർജൻസി കേസുകൾ കാണില്ല, പക്ഷെ പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പം പൊതുവെ DMEയിലെ മിക്ക ഡിപ്പാർട്ട്മെന്റുകളും പേഷ്യൻസിന്റെ എണ്ണത്തിലും അതുകൊണ്ട് തിരക്കിലും വളരെ കൂടുതലാണ്. പക്ഷേ വേറൊരു നമുക്കുള്ള പോസിറ്റീവ് ആസ്പെക്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ PG ഡോക്ടേഴ്സ് ഉണ്ടാവും, ഹൗസ് സർജൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു വാർഡിൽ ഒരു ഹൗസ് സർജനെങ്കിലും മിക്കവാറും എല്ലായിടത്തും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരുടെ സഹായം കൂടെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് DMEയിൽ വർക്ക് ചെയ്യുന്ന അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് നിൽക്കാതെ, പക്ഷെ സ്ട്രെസ് ഉണ്ട് എന്നാൽ പോലും അവർക്ക് കുറച്ചുകൂടെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ DHS വരുന്ന ഉടനെ OP വളരെ കൂടുതലായിരിക്കും, ഇൻ പേഷ്യൻസും ഉണ്ടാവാം. എന്നിരുന്നാലും ക്രിട്ടിക്കൽ കെയർ വരുന്ന കണ്ടീഷൻസ് എല്ലാം കൂടുതലായിട്ട് അവർ റെഫർ ചെയ്യുന്ന ടെൻഡൻസിയാണ്. ഇപ്പോൾ നൈറ്റിലൊക്കെ തന്നെയാണെങ്കിലും മെജോറിറ്റി ഹോസ്പിറ്റൽസിൽ നിന്നും റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്ന അവസ്ഥയാണ്. കാരണം റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല. ആ സമയം ഡോക്ടേഴ്സ് പലരും ഡ്യൂട്ടിയിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവർ തിരക്കായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർ നൈറ്റ് ഫുള്ള് ഈ പേഷ്യന്റിനെ കെയർ ചെയ്യാനുള്ള റിസ്ക് അവരെടുക്കാതെ അവരത് മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജുകളിലെ നൈറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 8 ദിവസം 9 ദിവസം ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നൈറ്റ് ഡ്യൂട്ടി വരുന്നതാണ്. അതായത് നമ്മൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടത് 3 നൈറ്റാണ് ഒരു സമയത്ത് എടുക്കേണ്ടത്. പക്ഷെ ഈ 3 നൈറ്റ് എടുത്തു കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ഓഫ് കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് 3 ഈവനിങ് ഒക്കെ എടുത്ത് 3 മോർണിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ അടുത്ത നൈറ്റ് വരുന്ന അവസ്ഥയാണ് മെഡിക്കൽ കോളേജിലെ മിക്ക ഏരിയകളും. അതായത് ഈ ഒരു മാസത്തിൽ 6, 9 നൈറ്റ് എടുക്കുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വർക്ക് ലോഡ് പറയുകയാണെങ്കിൽ ആ ഒരു നൈറ്റ് എടുക്കുന്ന ബുദ്ധിമുട്ടുകൾ അതും പ്രായമാകും തോറും നൈറ്റ് എടുക്കുക എന്നതിൽ നമുക്കുള്ള വിഷയം, അതായത് കുഞ്ഞുങ്ങൾ, ഫാമിലി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നൈറ്റ് എടുക്കുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നൈറ്റിന്റെ എണ്ണം വളരെ കൂടുതലും അതുപോലെ തന്നെ വളരെ ഹെക്റ്റിക്കും ആയിരിക്കും നൈറ്റ് ഡ്യൂട്ടി പല ഏരിയയിലും. പക്ഷെ DHSൽ പകല് ഇപ്പോൾ OP ഉള്ള ദിവസങ്ങളിൽ തിരക്കുണ്ടാണെങ്കിൽ പോലും നൈറ്റുകളൊന്നും അത്രയും അടുത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചത് എനിക്ക് മനസ്സിലായത് 10-15 ദിവസം കൂടുമ്പോഴായിരിക്കും നൈറ്റ് എടുക്കുന്ന ഏരിയാസ് ആണ് കൂടുതൽ. അപ്പോൾ അതും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഉള്ള രീതിയിലുള്ള അത്രയും ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് അത്രയും കുറവായിരിക്കും. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഞാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് അടച്ച് സംസാരിക്കാൻ പറ്റില്ല. ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും ഉണ്ടാവും. പക്ഷെ അതും കഴിഞ്ഞുള്ള ഹോസ്പിറ്റൽ, അതായത് PHSC, CHSC ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ലാതെ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്, വളരെ റിലാക്സ് ചെയ്ത് ഡ്യൂട്ടി എടുക്കുന്നവരും ഉണ്ട്, നല്ല ഹെക്ടിക് ആയിട്ടുള്ളവിടുത്ത് വർക്ക് ചെയ്യുന്നവരും DHSലുണ്ട്. പക്ഷെ DMEയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും
ഇങ്ങനെയുള്ള ജോലി സാഹചര്യം വളരെ ഹെക്റ്റിക്കാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏതൊരു വകുപ്പിലും ഏതൊരു പോസ്റ്റിലും ജോലിഭാരം ഉണ്ടാവും, വർക്ക് ലോഡ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയുന്ന പോലെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. പലരും സർവീസിലേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും ലൈറ്റ് ഏരിയ തിരഞ്ഞെടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് OP, ഫാമിലി പ്ലാനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ അതിനേതെങ്കിലുമൊക്കെ രീതിയിൽ അവർ വളഞ്ഞ വഴിയിലൂടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള നല്ലൊരു പ്രവണതയല്ല. നിങ്ങൾ പ്രൈവറ്റിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയട്ടെ, ഗവൺമെന്റ് സർവീസിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു പേഷ്യന്റിനെയും കൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്ന പോലെയല്ല. നമ്മൾ അവിടെ ഒരു സ്റ്റാഫായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മളുടെ പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ പീപ്പിളുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ട സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പം നമ്മളുടെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള പെരുമാറ്റം മതി നമ്മൾക്ക് അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോസ്, വീഡിയോസ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതായത് സർക്കാർ ജീവനക്കാരൻ മോശമായി പെരുമാറി എന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് അവരെങ്ങനെ പെരുമാറി എന്നുള്ളത് ആരും കാണുന്നില്ല. അപ്പം അങ്ങനെ വളരെ ഹെക്ടിക്കായിട്ടൊരു അവസ്ഥയുണ്ട്. ഈ സർവീസിലേക്ക് വരുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ 20, 25, 35 കൊല്ലം വരെ സർവീസ്, 32 കൊല്ലം വരെ സർവീസ് ഉള്ളവരുണ്ടാവും. അതായത് ഇപ്പൊ കയറിയവർ, ഇപ്പൊ പഠിച്ചിറങ്ങിയവർ തൊട്ട് ഏജ് ഓവറായിട്ട് ലാസ്റ്റ് PSC വരെ ഉണ്ടാവും. നമ്മളുടെ പങ്കാളിത്ത പെൻഷനാണ്. അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് ഏജ് 60 വയസ്സാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഓരോരുത്തർക്കും എത്ര വർഷം സർവീസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഈ ലൈറ്റ് ഏരിയ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ കണ്ടിട്ടുള്ളത് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് വെറും വേസ്റ്റ് ആണ്. അതായത് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥ വരും. അതായത് നിങ്ങൾക്ക് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് എല്ലാ കാലം നിൽക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് പോസ്റ്റിംഗ് നമുക്ക് കുറച്ചുകൂടെ ഹെക്റ്റിക്കായിട്ട് ഏരിയയിൽ കിട്ടും. ICU, കാഷ്വാലിറ്റി അങ്ങനെയൊക്കെയുള്ള നല്ല തിരക്കുള്ള സ്ഥലത്ത് നമ്മളെ പോസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും അല്ലാതായി പോകും. കാരണം നമ്മൾ ആ ജോലി ഇല്ലാത്തവിടെ ഇരുന്ന് മടി പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും അഡ്വൈസ് ചെയ്യാനുള്ളത്, DME ആയിക്കോട്ടെ DHS ആയിക്കോട്ടെ, നിങ്ങൾ ആ ഏരിയയിലെ ആ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല തിരക്കുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാം. ഏറ്റവും നല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഏരിയ തന്നെ തിരഞ്ഞെടുക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, തീയിൽ കുരുക്കുന്നത് വെയിലത്ത് പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ എക്സ്പേർട്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മളെ സ്കില്ല് വർദ്ധിക്കും. നമ്മൾ ഈ തിയറി പഠിക്കുന്നത് പോലെയല്ല, നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേ നമ്മളുടെ സ്കില്ല് ഇമ്പ്രൂവ് ആവുള്ളൂ. എന്നിരുന്നെങ്കിൽ മാത്രമേ ഏതൊരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ആദ്യം ലൈറ്റ് ഏരിയ നിന്നിട്ട് പിന്നൊരു ഹെക്റ്റിക് ഏരിയയിലേക്ക് മാറേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറേണ്ടി വരും. അല്ലാതെ എല്ലാ കൊല്ലവും നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ തന്നെ നിൽക്കാം എന്ന് വിചാരിക്കണം. അത് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും. അപ്പൊ നല്ല സ്ട്രെസ് ഉള്ള അല്ലെങ്കിൽ നല്ല വർക്ക് ലോഡുള്ള അവിടുത്തെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ടി വരില്ല. കാരണം നിങ്ങൾക്ക് ഇനി എവിടെ ചെന്നാലും നിങ്ങൾക്കത് വർക്ക് ചെയ്യാനുള്ള നിങ്ങൾക്കുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള അഡ്വൈസ്. ഈ രണ്ട് കമ്പാരിസൺ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് അതിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാം. DME വേണോ DHS. കാരണം 2 റാങ്കിൽസ് ഉൾപ്പെട്ടവരുടെ തീരുമാനമാണ്. അതിലൊരു ഫാക്ടറാണ് ഈ പറഞ്ഞ വർക്ക് ലോഡും വർക്ക് അറ്റ്മോസ്ഫിയറും. ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓരോ വീഡിയോയിൽ അതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.